പരിശുദ്ധാത്മാവിലല്ലാതെ ഒരുവൻ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമുണ്ട്. അതാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. മറ്റുള്ളവർക്ക് അതിൻ്റെ മർമ്മം മനസ്സിലാകുന്നില്ലെങ്കിലും വ്യാഖ്യാനി ഉണ്ടെങ്കിലേ മർമ്മം മനസ്സിലാകത്തുള്ളൂ. അതല്ല എങ്കിൽ അവൻ ആത്മാവിൽ മർമ്മങ്ങളെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഫെസോസിലോട്ട് വന്നപ്പോൾ അവിടെ അന്തരീക്ഷം മാറി. എങ്ങനെയും ഒരു സ്നാനം കഴിഞ്ഞാൽ പോരാ എന്നുള്ള വസ്തുത ചിലർ തിരിച്ചറിഞ്ഞു. മാനസാന്തര സ്നാനം ഏറ്റവർ പോലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അവർ സഭയുടെ ഭാഗങ്ങളായി തീർന്നു. അവിടെ ഒരു വലിയ ഉണർവ് വെളിപ്പെട്ടു.